ആ മാല ഇങ്ങനെ. ആ ശാലിനി ഇതൊന്ന് പിടിച്ചേ. ആ ഒന്ന് ചേർന്ന് നിന്നോ. ഇവനെ ഞാനൊന്ന് നാറ്റിക്കും, ഇത് വൈറലുമാക്കും. അല്ല എന്തായി കാര്യങ്ങള്? എല്ലാ കാര്യങ്ങളും റെഡിയാ. പ്രകാശ് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. എന്നാ പിന്നെ ഇനി വൈകിക്കണ്ട, നമുക്ക് ചടങ്ങ് നടത്തിയേക്കാം. ആ പൂമാല എടുത്തിട്ടില്ല. അത് നിന്നോടല്ലേ വാങ്ങിക്കാൻ പറഞ്ഞു, വാങ്ങിച്ചില്ലേ? വാങ്ങിച്ചിട്ടുണ്ട്, ഓട്ടോയിലിരിക്കുക. എന്നാ പിന്നെ വേഗം പോയി എടുത്തിട്ട് വാ. ആ സെറ്റ്. ആ എന്നാ നമുക്ക് അകത്തേക്ക് കയറാം. ആ വാ നടക്കും മോളെ. ആ എന്തായി? ഒരു നല്ല കല്യാണാണ് മുന്നിലേക്ക് വച്ചു തന്നിരിക്കുന്നത്. ആ കല്യാണം വെച്ച് നിനക്ക് എന്തൊക്കെ ചെയ്യാമോ അതൊക്കെ നീ ചെയ്യണം. നിന്റെ കഴിവിന്റെ പരമാവധി നീ ഉപയോഗിച്ച് ഞെട്ടിക്കുന്ന ഒരു കണ്ടന്റ് നീ അവിടെ ക്രിയേറ്റ് ചെയ്യണം. ഇതൊരു അവസരമാണ്. കോർട്ടും കളിക്കാരെയും കളിക്കേണ്ട പന്ത് ഞാൻ നിനക്ക് തന്നിട്ടുണ്ട്. ഇനി ആ പന്ത് എങ്ങനെ കളിച്ച് ഗോൾ വലയത്തിൽ വീഴ്ത്താമെന്ന് ചിന്തിക്കേണ്ടത് നീയാണ്. നിന്റെ ചിന്തയിലാണ്. നിന്റെ ചിന്തകൾക്കിന്ന് മുടിഞ്ഞ വിലയാണ്. അപ്പൊ എങ്ങനെയാ കാര്യങ്ങൾ സെറ്റാക്കല്ലേ? എപ്പ സെറ്റാക്കിയെന്ന് ചോദിച്ചാ മതി. എന്റെ ക്യാമറ കണ്ണുകൾ എന്ത് ഒപ്പിയെടുക്കാൻ വേണ്ടി രജിസ്റ്റർ ഓഫീസിന്റെ മുന്നിൽ ഞാൻ തുറന്നു വച്ചിരിക്കുകയാണ്. നമ്മുടെ സമയം നല്ലതാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ വന്നു ചേരും. കാത്തിരിക്കാം തകർപ്പനൊരു വാർത്തയ്ക്ക് വേണ്ടി. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഗൈസ്, ഞാനിപ്പോൾ നിൽക്കുന്നത് ഒരു സബ് രജിസ്ട്രാർ ഓഫീസിന് മുന്നിലാണ്. ഇവിടെ ഇപ്പോൾ ഒരു രഹസ്യ കല്യാണം നടക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾ ആകാംക്ഷയോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, ആരായിരിക്കും വധുവും വരണമെന്നല്ലേ? അത് സസ്പെൻസ്. കാത്തിരുന്ന് നമുക്ക് ആ കല്യാണം ഒന്ന് കാണാം. ഇനി മാല കേട്ടോ. ഇനി രണ്ടുപേരും ഇതിലൊന്ന് ഒപ്പിട്ടെ. ഇപ്പൊ മാലയിട്ടതേ ഉള്ളൂ. യഥാർത്ഥ കെട്ടുമുറുകുന്നത് ഈ ഒപ്പിലാണ്. ഇതാ ഇവിടെ. ഇവിടെ. ഇനി ആ പറഞ്ഞ 3 സാക്ഷികൾ. അത് ഞങ്ങളാ. ഞാനും എന്റെ ഭാര്യ മോളും. ഞങ്ങൾ കുടുംബമായിട്ടാ ഈ കല്യാണത്തിന് സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോ ഇതിൽ ഒപ്പിടാനുള്ള അവകാശം ഞങ്ങൾക്ക് തന്നെയാ. വരൂ. ഇതാ ഇവിടെ. എടാ കമല, നീ മാലയിടുന്ന ഫോട്ടോ എടുത്തായിരുന്നോ? അതല്ല ആദ്യം എടുത്തേ. ആ
ഇനി മാലയൊന്നും വേണ്ട, അല്ലാതെ 2 ഫോട്ടോസ് എടുത്തേ. ആ ആ മാല ഇങ്ങനെ. ആ ശാലിനി ഇതൊന്ന് പിടിച്ചേ. ആ ഒന്ന് ചേർന്ന് നിന്നോ. ഇത് ഞാൻ കലക്കും. ഉം. ഇനി നമുക്ക് പുറത്തേക്ക് നിൽക്കാം, ഇവരുടെ ജോലി തടസ്സപ്പെടുത്തണ്ട. ശരിയാ, അവരവരുടെ ജോലി നോക്കട്ടെ. നമുക്കിനി ബാക്കി ഫോട്ടോസൊക്കെ വീട്ടിൽ ചെന്നെടുക്കാം. അതാവുമ്പോ ഒരു പ്രകൃതി ഭംഗിയൊക്കെ കിട്ടുമല്ലോ. അത് എടുക്കുന്ന ക്യാമറാമാന്റെ കഴിവ് പോലെ ഇരിക്കും. അതിനല്ല ഞാൻ ആ പക്ഷെ പതിയണം. പതിഞ്ഞിരിക്കും. താങ്ക് യു. ഇതെന്റെ ഡ്യൂട്ടി അല്ലേ മാഡം? എന്നാ ശരി, ഇറങ്ങാം. വാ. ശരി, പോയിക്കോളൂ. അങ്ങനെ ആ കാര്യം ഭംഗിയായി അല്ലേ സാറേ? പിന്നല്ലാതെ. ചേച്ചി, ചന്ദ്രേ, എനിക്ക് എനിക്കെല്ലാം എന്റെ ചേച്ചി തന്നെയാ. പഠനത്തിന് വഴികാട്ടിയായിരുന്നു, ദേ ഇപ്പോ എന്റെ ജീവിതത്തിനും. പഠനത്തിൽ നീ കഴിവ് തെളിയിച്ചു. ഇനി നീ നിന്റെ കുട്ടിക്കളികളൊക്കെ മാറ്റിവെച്ച് ഉത്തരവാദിത്തമുള്ളൊരു ഭർത്താവായി മാറണം. ശരി ചേച്ചി. ദൈവം എത്തിച്ചതും പാല്, വൈദ്യം കൽപ്പിച്ചതും പാല്. എന്റെ സർവേശ്വര, നീ ഇത്ര പരോപകാരിയാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. ജോൺ സാറേ, ജോൺ സാറിന്റെ ബ്രഹ്മാസ്ത്രം പാഴായില്ല കേട്ടോ. അത് ശരി. അപ്പൊ എന്റെ അനുഗ്രഹമൊന്നും വേണ്ടേ? പിന്നല്ലാതെ വേണ്ടേ? പ്രകാശേ വാ. ശിവേട്ട, ആ എന്നാ പിന്നെ വൈകിക്കണ്ട, വാ. ആ പിന്നെ ഇതോടെ പിടിച്ചോ. ദാ. വാ മോളെ. വാ. ഉം.